വ്യാജ ട്രേഡിംഗ് ആപ്പുകളിലൂടെ ഡോക്ടറുടെയും യുവതിയുടെയും 2 കോടിയോളം രൂപ തട്ടിയെടുത്തു. തിരുവമ്പാടി സ്വദേശിയായ ഡോക്ടറുടെ 1.25 കോടി രൂപയും കൊയിലാണ്ടി സ്വദേശിനിയായ യുവതിയുടെ 23 ലക്ഷം രൂപയുമാണ് സൈബർ തട്ടിപ്പിലൂടെ നഷ്ടമായത്. സംഭവത്തിൽ കോഴിക്കോട് റൂറൽ സൈബർ ക്രൈം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ചെറിയ തുകകൾ നിക്ഷേപിച്ചപ്പോൾ ലാഭം നൽകിയ വ്യാജ ട്രേഡിംഗ് ആപ്പുകാർ കൂടുതൽ പണം നിക്ഷേപിച്ചാൽ മുഴുവൻ തുകയും തിരിച്ചു നൽകാമെന്ന് പറഞ്ഞാണ് ഡോക്ടറിൽ നിന്ന് 1.25 കോടിയും വീട്ടമ്മയിൽ നിന്ന് 23 ലക്ഷവും തട്ടിയെടുത്തത്. തമിഴ്നാട്, മഹാരാഷ്ട്ര, പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് കൂടുതൽ ഇടപാടുകൾ നടന്നിട്ടുള്ളതെന്ന് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. രാജ്യവ്യാപകമായി തട്ടിപ്പ് നടത്തുന്ന സംഘമാണ് ഇതിന് പിന്നിലെന്ന് സംശയിക്കുന്നുണ്ട്. ടെലിഗ്രാം, വാട്സാപ്പ് തുടങ്ങിയ സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകൾ വഴിയാണ് വ്യാജ ട്രേഡിംഗ് ആപ്പുകളിലൂടെ കോടികൾ തട്ടിയെടുത്തത്. വ്യാജ കമ്പനികളുടെ പേരിൽ അവയുടെ പ്രതിനിധികളാണെന്ന് ആദ്യം പരിചയപ്പെടുത്തും. പിന്നീട് സ്റ്റോക്ക് ട്രേഡിംഗ് നിക്ഷേപത്തെക്കുറിച്ച് ക്ലാസ് നൽകും. തുടർന്ന് ചെറിയ തുകകൾ നിക്ഷേപിപ്പിച്ച് ചെറിയ ലാഭം നൽകി വിശ്വാസം പിടിച്ചുപറ്റും. അത് കഴിഞ്ഞാണ് പരാതിക്കാരിൽ നിന്നും വലിയ തുകകൾ വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നിക്ഷേപിപ്പിക്കാൻ തുടങ്ങുക. എന്നാൽ നിക്ഷേപിച്ച തുക പിൻവലിക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് സാധിക്കാതെ വരുമ്പോഴാണ് തട്ടിപ്പിനിരയായെന്ന് ഇരകൾ മനസ്സിലാക്കുന്നത്. പോലീസ് ഇത്തരം ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകളെക്കുറിച്ച് നിരന്തരം ബോധവൽക്കരിച്ചിട്ടും ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരാണ് കൂടുതലും ഇരയാക്കപ്പെടുന്നതെന്നത് വിചിത്രമായ കാര്യമാണ്. ഇത്തരം തട്ടിപ്പുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ പോലീസിന്റെ ഹെൽപ്പ് ലൈൻ നമ്പറായ 1930 ബന്ധപ്പെടണമെന്ന് പോലീസ് അറിയിച്ചു. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.